ഏവർക്കും വീണ്ടും 50 ചോദ്യങ്ങളുള്ള സെഷനിലേക്ക് സ്വാഗതം. 401 മുതൽ 450 വരെയുള്ള ചോദ്യങ്ങളാണ് നൽകുന്നത്. 400 വരെയുള്ള ചോദ്യങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും നൽകുന്നത്. ചോദ്യം നമ്പർ 401. ഫാം ഗ്രാജുവേറ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI. The Dash controls the cooperative banks that falls under the Banking Regulation Act 1949. Reserve Bank of India, RBI. The registered office of NAFCB is at Dash and the area of operation is whole of the country. ഇന്ത്യ രാജ്യത്ത് മുഴുവനായും ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ടുള്ള നാഫ്കബിന്റെ ആസ്ഥാനം രജിസ്റ്റേർഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ലിമിറ്റഡ് എന്നതാണ് പൂർണ്ണരൂപം. 17/2/1977 ഇത് രൂപീകരിച്ചത്. The first marketing cooperative society was organized at Hubli in the former province of Dash in 1915. 1915 ആരംഭിച്ച ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി ഹുബ്ലിയിലാണ് ആരംഭിച്ചത്. ഏത് പ്രൊവിൻസിലായിരുന്നു? ബോംബെ പ്രൊവിൻസിലായിരുന്നു. ബോംബെ പ്രൊവിൻസ്. ദ ഒറിജിൻസ് ഓഫ് ദ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ക്യാൻ ബി ട്രേസ്ഡ് ടു ദ ക്ലോസ് ഓഫ് ഡേഷ് സെഞ്ചുറി. ഏതു നൂറ്റാണ്ടിലാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്? 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിലാണ്. ദ ഡേഷ് ഈസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് ദ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ എന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, NCCF ആണ്. ആരംഭിച്ചത് ഒക്ടോബർ 16 1965. മത്സ്യഫെഡ് റെഫേഴ്സ് ടു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. മത്സ്യഫെഡിന്റെ പൂർണ്ണരൂപം 1984 ഇത് ആരംഭിച്ചത്. The closing balance of receipts and payments account usually represents. Receipt and payments account R&Dയിലെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് ആണ് ആവുക. എ ബാങ്കേഴ്സ് ലീൻ ഈസ് ഓൾവേസ് എ ഡേഷ് ലീൻ. ബാങ്കേഴ്സ് ലീൻ എപ്പോഴും ജനറൽ ലീൻ ആണ്, ജനറൽ ലീൻ. ദ മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് എനക്റ്റഡ് ഇൻ ദ ഇയർ. മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് എന്ന ആക്ട് എനക്റ്റ് ചെയ്തത് 1874. ദ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോൺ ആസ്. പാർട്ട്ണർഷിപ്പിലെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദ പേഴ്സൺ ടു ഹും ദ എമൗണ്ട് ഈസ് പേയബിൾ ഈസ് കോൾഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ളതാണ് പേയി എന്നുള്ളത്. പണം ആർക്കാണോ നൽകേണ്ടത് അവരാണ് പേയി. എ ചെക്ക് വിച്ച് ഈസ് മോർ ദാൻ 3 months ഓൾഡ് ഈസ് കൺസിഡർഡ് ടു ബി സ്റ്റേൽ ചെക്ക് വിത്ത് എഫക്റ്റ് ഫ്രം. 3 മാസം കഴിഞ്ഞ ചെക്കുകളെ സ്റ്റേൽ ചെക്ക് എന്നാണ് പറയുക. ഈ 3 മാസം കാലാവധി ആയത് എന്നു മുതലാണ്? മുൻപ് 6 മാസമായിരുന്നു. 3 മാസം കാലാവധി ആയത് ഏപ്രിൽ 2012 മുതലാണ്. If the due date is public holiday, what will be the due date of the bill? ഒരു ബിൽ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂ ഡേറ്റ് പബ്ലിക് ഹോളിഡേ ആണ് വരുന്നതെങ്കിൽ ആ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് ആയി വരുന്നത് പ്രൊസീഡിംഗ് ഡേ ആയിരിക്കും. പബ്ലിക് ഹോളിഡേയുടെ തൊട്ടു മുൻപുള്ള വർക്കിംഗ് ഡേ ആയിരിക്കും. ചെക്ക് ഡ്രോൺ വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ചെക്കിൽ ഫ്യൂച്ചറിലെ ഒരു ഡേറ്റ് എഴുതിയിട്ട് നൽകുന്ന ചെക്കിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അതായത് ഇന്ന് ഒരു ചെക്ക് എഴുതുമ്പോൾ നാളത്തെ ഡേറ്റ് ആണ് ഇടുന്നതെങ്കിൽ അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുക. എ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് ഡ്രോൺ ബൈ എ ബാങ്കർ അപ്പോൺ ഹിംസെൽഫ് ഈസ് കോൾഡ്. ബാങ്കേഴ്സ് ചെക്ക്. സെയിം ബാങ്കിലേക്ക് നൽകുന്ന ചെക്കിനെ പറയുന്ന പേരാണ് ബാങ്കേഴ്സ് ചെക്ക്. ഓൾട്ടറേഷൻ ഓഫ് ഡേറ്റ് ഇൻ എ ചെക്ക് ഈസ് ഡേഷ് ടൈപ്പ് ഓഫ് ഓൾട്ടറേഷൻ. ചെക്കിലെ ഡേറ്റിൽ തിരുത്തൽ ചെയ്തു കഴിഞ്ഞാൽ അത്തരം തിരുത്തലുകളെ മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്നാണ് പറയുക. ഡേഷ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ ചെക്ക് ലീഫ് which is next to the check number, which helps to identify the bank and the branch code to sort the checks
ഫാസ്റ്റർ ഇൻ ക്ലിയറിംഗ് സിസ്റ്റം. ഇപ്പോഴുള്ള ക്ലിയറിംഗ് സിസ്റ്റം പ്രകാരം ഫാസ്റ്റ് ആയിട്ട് ക്ലിയറിംഗ് നടക്കുവാൻ വേണ്ടിയിട്ട് ചെക്കിൽ ഒരു ചെക്ക് നമ്പർ ഉണ്ട്. ചെക്ക് നമ്പറിന്റെ സമീപത്തായുള്ള നമ്പറിനെ പറയുന്ന പേരാണ് മൈക്കർ, MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ് പൂർണ്ണരൂപം. ഇഫ് എ ചെക്ക് കണ്ടെയ്ൻസ് എ ഡേറ്റ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഇറ്റ് ഈസ് കോൾഡ്. ഒരു ചെക്ക് ഇന്നാണ് നൽകുന്നതെങ്കിൽ അതിൽ ഇന്നലത്തെ ഡേറ്റ് ആണ് ഉള്ളതെങ്കിൽ ആ ചെക്കിനെ പറയുന്ന പേരാണ് ആന്റി ഡേറ്റഡ് ചെക്ക്. ദ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഇൻ എ മൈക്കർ റെപ്രസെന്റ്സ്. മൈക്കർ കോഡിൽ ഉള്ള ലാസ്റ്റ് 3 ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രാഞ്ചിനെയാണ്, ബ്രാഞ്ച് കോഡാണ്. ആദ്യത്തെ ഡിജിറ്റ് 3 ഡിജിറ്റ് സിറ്റി കോഡും അടുത്തുള്ള 3 ഡിജിറ്റ് ബാങ്ക് കോഡും അവസാന 3 ഡിജിറ്റ് ബ്രാഞ്ച് കോഡുമായിട്ടാണ് റെഫർ ചെയ്യുന്നത്. Dash is writing on a check by the drawee banker that it would be honored when it is duly presented for payment. ഡ്രോയി ബാങ്കർ ഒരു ചെക്ക് പേയ്മെന്റിന് യോഗ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചെക്കിൽ രേഖപ്പെടുത്തുന്ന രീതിയെ പറയുന്ന പേരാണ് മാർക്കിംഗ് ഓഫ് എ ചെക്ക്. മാർക്കിംഗ്. വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഡീൽസ് അബൌട്ട് സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 124. The cancellation of crossing is usually called as. ഒരു ചെക്കിലെ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് എ ചെക്ക് ഈസ് കോൾഡ്. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിൽ, ഉദാഹരണമായി ചെക്കിന്റെ ബാക്കിൽ സൈൻ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. After the completion of space on the back of the instrument, a piece of paper attached to it is called. ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിൽ സ്ഥലം തികയാതെ വന്നാൽ ഒരു പേപ്പറിന്റെ പീസ് അറ്റാച്ച് ചെയ്യുന്നു. ആ പേപ്പറിനെ പറയുന്ന പേരാണ് അലോഞ്ച്. അലോഞ്ച് എന്നാണ് പറയുക. The endorser signs only his name on the back of the instrument and this endorsement is called. എൻഡോഴ്സ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സൈൻ മാത്രം ഇടുന്ന രീതിയെ പറയുന്ന എൻഡോഴ്സ്മെന്റ് ആണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്നത്. ദിസ് ഈസ് ആൻ എൻഡോഴ്സ്മെന്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ ആൻഡ് ഹി ഈസ് ഫ്രീ ഫ്രം ഓൾ ലയബിലിറ്റി എഗൈൻസ്റ്റ് ദ സബ്സിക്വന്റ് ഹോൾഡേഴ്സ്. എൻഡോഴ്സറുടെ ലയബിലിറ്റി ഫ്രീ ആവുന്ന എൻഡോഴ്സിംഗ് രീതിയെ പറയുന്ന പേരാണ് സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെന്റ്. The collecting banker is completely careless in collecting a check. Then he will be held liable and the negligence is called. ഒരു ചെക്ക് കളക്ഷൻ നൽകി കഴിഞ്ഞാൽ ആ കളക്റ്റിംഗ് ബാങ്കറിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലുള്ള നെഗ്ലിജൻസിനെ പറയുന്ന പേരാണ് ഗ്രോസ് നെഗ്ലിജൻസ്. ഉദാഹരണമായി ചെക്ക് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എൻഡോഴ്സ്മെന്റ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാതെ കളക്ട് ചെയ്ത് നൽകുക, അല്ലെങ്കിൽ സൈൻസ് കൃത്യമാണെന്ന് നോക്കാതെ കളക്ട് ചെയ്ത് നൽകുക. ഇങ്ങനെയുള്ള നെഗ്ലിജൻസിനെ പറയുന്ന പേരാണ് ഗ്രോസ് നെഗ്ലിജൻസ്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് എ ബിൽ ബിക്കംസ് പേബിൾ. ഒരു ബില്ല് പേ ചെയ്ത് നൽകാനുള്ള പീരീഡിനെ പറയുന്ന പേരാണ് ടെനർ എന്നുള്ളത്. ടെനർ. ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇഫ് ദ ഡ്രോയർ ഈസ് ഇൻ നീഡ് ഓഫ് മണി ആൻഡ് cannot wait till due date and receives the money from bank is called. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ നൽകി പണം സ്വീകരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ഓഫ് എ ബിൽ. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഈസ് എ ഡേസ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ. When a bill is dishonored, the holder of the bill goes to an official is called. ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ഒഫീഷ്യലിന്റെ അടുത്തേക്ക് പോകുന്നു. ആ ഒഫീഷ്യലിനെ പറയുന്ന പേരാണ് നോട്ടറി പബ്ലിക് എന്നുള്ളത്. എ ഡേഷ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ ഇഷ്യൂഡ് ബൈ എ നോട്ടറി പബ്ലിക് ഓതറൈസ്ഡ് ടു സർട്ടിഫൈ ദ ഡിസോണർ. ഡിസോണർ സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെ പറയുന്ന പേരാണ് പ്രൊട്ടസ്റ്റ്. നോട്ടറി പബ്ലിക് ആണ് ഇത് സർട്ടിഫൈ ചെയ്ത് നൽകുക. ഹു ഡ്രോസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഡ്രോയർ. വാട്ട് ഈസ് റിട്ടയറിംഗ് എ ബിൽ അണ്ടർ റിബേറ്റ് മീൻസ്. റിട്ടയറിംഗ് എ ബിൽ അണ്ടർ റിബേറ്റ് എന്നാൽ മേക്കിംഗ് എ പേയ്മെന്റ് ഓഫ് ദ ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്.
ഡ്യൂ ഡേറ്റിന് മുമ്പായി ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് റിട്ടയറിംഗ് എ ബിൽ. വെൻ ഡിഡ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 കം ഇൻ ടു ഫോഴ്സ്? NI ആക്ട് 1881 നിലവിൽ വന്നത് 1 മാർച്ച് 1882 മാർച്ച് 1, 1882 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിലവിൽ വന്നത്. 1881 പാസ്സായത്. വിച്ച് അക്കൗണ്ട് ഈസ് പ്രൈമറിലി യൂസ്ഡ് ടു ഇലക്ട്രോണിക്കലി ഹോൾഡ് സെക്യൂരിറ്റീസ്, ബോണ്ട് ആൻഡ് ഷെയർസ്? ഡിമാറ്റ് അക്കൗണ്ട് എന്നത് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്നാണ് പൂർണ്ണരൂപം. സെക്ഷൻ 15 ഓഫ് NI ആക്ട് ഡിഫൈൻസ്. NI ആക്ടിലെ സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. The balance of payment BOP transaction consists two main accounts, current account and dash account. ട്രാൻസാക്ഷനിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ട്രാൻസാക്ഷനിൽ 2 മെയിൻ അക്കൗണ്ട് ആണ് ഉള്ളത്. ഒന്ന് കറന്റ് അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും. വിച്ച് ബാങ്ക് ഹാസ് ബീൻ മെർജ്ഡ് വിത്ത് കാനറ ബാങ്ക് റീസെന്റ്? കാനറ ബാങ്കുമായി മെർജ് ചെയ്ത ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്സ് അമാൽഗമേഷൻ വിത്ത്. ആന്ധ്ര ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും മെർജ് ചെയ്തത് യൂണിയൻ ബാങ്കിലേക്കാണ്. അണ്ടർ വിച്ച് ആക്ട് ദ ലോക്കൽ ഏരിയ ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ്? ലോക്കൽ ഏരിയ ബാങ്ക്സുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചാണ്. ഹു റോട്ട് ദ ബുക്ക് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ, വിച്ച് ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് RBI? പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന ബുക്ക് എഴുതിയത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ദ ഫുൾ ഫോം ഓഫ് OTP ഈസ്, OTPയുടെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ് എന്നതാണ്. വൺ ടൈം പാസ്വേഡ്. വിച്ച് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം റൺ ഓൺ ദ ബേസിസ് ഓഫ് ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ്? ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തഡിനെ പറയുന്ന പേരാണ് നെഫ്റ്റ് എന്നുള്ളത്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ് എന്നുള്ളത് ഒരു നിശ്ചിത സമയത്ത് മാത്രം ഈ നെഫ്റ്റ് വഴി ചെയ്യുന്നത് പ്രോസസ് ആവുന്നു. അതിനുശേഷം ആ ടൈം കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കൂടുമ്പോഴാണ് പ്രോസസ്സ് നടക്കുക. ആ പ്രോസസ് ടൈം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ട്രാൻസാക്ഷൻസ് അടുത്ത പ്രോസസ് നടക്കുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ദ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ BFS വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഡേഷ് ടു കൺസോളിഡേറ്റഡ് സൂപ്പർവിഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സെക്ടർ. ദ ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നവംബർ 1994 ആണ്. 1994. ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ എന്നുള്ളത് RBIയുടെ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡേഷ് ഈസ് ദ മോസ്റ്റ് ഫേവേർഡ് ടെക്നോളജി ഫോർ സെക്യൂർ ഇന്റർനെറ്റ് ബാങ്കിംഗ് സർവീസ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് സർവീസിലെ ഏറ്റവും സെക്യൂറായ മോസ്റ്റ് ഫേവേർഡ് ടെക്നോളജി എന്നുള്ളത് പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ എന്നതാണ്. AVR technology is used in which type of banking facility? AVR technology യൂസ് ചെയ്യുന്നത് ടെലിഫോൺ ബാങ്കിങ്ങിലാണ്. ടെലിഫോൺ ബാങ്കിങ്ങിലാണ് AVR ടെക്നോളജി യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ഗവർണർ ഓഫ് RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് 25ാമത്തെ ഗവർണറാണ്. സർ ഓസ്ബോൺ സ്മിത്ത് വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI.